നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത്. 4 പേര് പ്രബല ശക്തികളായിട്ട് നിൽക്കുന്നു. എന്താവും? അൻവറിന് സാധ്യതയുണ്ടോ? അതോ ഇടതുപക്ഷം ജയിക്കുമോ അതോ കോൺഗ്രസ് ജയിക്കുമോ? ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അൻവർ ജയിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിട്ടാണല്ലോ. അൻവർ സ്വതന്ത്രനായിരുന്നു ഒരു കാലത്ത് എന്ന് പറഞ്ഞാലും അവിടെ ഇടതുപക്ഷത്തിന് ട്രഡീഷണലി തന്നെ കുറേ വോട്ടുണ്ട്. 45,000 വോട്ട് ഒക്കെ ഇടതുപക്ഷത്തിന് ഏതാണ്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണത്. പക്ഷേ ഇടതുപക്ഷം 1967 കുഞ്ഞാലി ജയിച്ച ശേഷം പിന്നെ അവിടെ ഒരു CPM ചിഹ്നത്തിലൊക്കെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല. കുഞ്ഞാലി പിന്നെ കൊല്ലപ്പെട്ടു. അതിൽ ആര്യാടൻ മുഹമ്മദ് സംശയത്തിൻ്റെ നിഴലിലായി. ആര്യാടൻ മുഹമ്മദിൻ്റെ പിന്നെ ആത്മകഥയിൽ അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദിന് അതിൽ പങ്കൊന്നുമില്ല, അത് വേറെ കാര്യമാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സമീപകാലത്തുമൊക്കെ വെളിപ്പെട്ട് വന്നിരുന്നു. ആര്യാടൻ മുഹമ്മദ് അങ്ങനെ ഒരു കഥാപാത്രമാണെന്ന് ആര്യാടൻ മുഹമ്മദിനെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു കഥാപാത്രമായിട്ടൊന്നും എനിക്കും തോന്നുന്നില്ല. കുറ്റമുക്തനുമാക്കിയല്ലോ. അതെ അതെ, അത് അങ്ങനെ ശിക്ഷിക്കപ്പെടുമോ അങ്ങനെയൊന്നും ആര്യാടൻ പിന്നീട് ശിക്ഷിക്കപ്പെട്ടെങ്കിൽ മന്ത്രിയാകാൻ പറ്റുമായിരുന്നു. വലിയ രാഷ്ട്രീയ ജീവിതം പിൽക്കാലത്താണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആര്യാടൻ്റെ മകൻ ഷൗക്കത്തിനെ എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ പാഠം 1 ഒരു വിലാപം, ഇത് മുസ്ലിങ്ങൾക്കെതിരായ സിനിമയാണെന്ന് കഴിഞ്ഞ ദിവസം അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഈ പാഠം 1 ഒരു വിലാപം, അതിൻ്റെ ഒരു പ്രിവ്യൂ എറണാകുളത്ത് സംഘടിപ്പിച്ച 2-3 പേരിൽ ഒരാളാണ് ഞാൻ. എറണാകുളത്ത് ശ്രീധർ എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇതിൻ്റെ ഷൗക്കത്തും വന്നിരുന്നു, TV ചന്ദ്രൻ സംവിധായകൻ വന്നിരുന്നു. എന്നിട്ട് അതിൻ്റെ ചർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരോഗമന സിനിമയാണല്ലോ. കാരണം മുസ്ലിം സമുദായത്തിലെ ഈ അനാചാരങ്ങൾ, ചില അനാചാരങ്ങൾക്കെതിരായ ഒരു പുരോഗമനപരമായ സിനിമയാണ് അത്. അപ്പോൾ ആ ദിവസം ഞാൻ ലിഫ്റ്റിൽ ആര്യാടൻ മുഹമ്മദിനെയും കണ്ടിരുന്നു കൊച്ചിയിൽ. ഞാനിപ്പോൾ മോനെ കണ്ടതേ ഉള്ളൂ. ഞാൻ ആര്യാടനോട് പറയുകയും ചെയ്തിരുന്നു അന്ന്. അപ്പോൾ നമ്പൂതിരി സമുദായത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ ആ സമുദായത്തിലുള്ളവരൊക്കെ പോരാടിയില്ലേ. അപ്പോൾ പിന്നെ ഈ ഷൗക്കത്ത് ആ സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഈ 18 വയസ്സുള്ള കുട്ടിയൊക്കെ വന്നിട്ടേ ഭാഷയൊന്നും മനസ്സിലാകാത്ത വല്ല അറബി നാട്ടിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ വന്ന ആളുകളുമൊക്കെ കരുവാക്കുക, 5-6 ദിവസം ഉപയോഗിച്ചിട്ട് കുറച്ച് പൈസയും കൊടുത്തിട്ട് പോവുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടല്ലോ. ഈ കണ്ണീര് വീഴുന്നത് പല കുടുംബങ്ങളിലും. ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുക എന്നുള്ളത് സമൂഹത്തിൽ വലിയ മാറ്റം. അതായത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് ആദ്യം സമൂഹത്തിലല്ല വരുന്നത്, ആദ്യം ഒരു സമുദായത്തിൻ്റെ അകത്താണ് വരുന്നത്. അങ്ങനെയാണല്ലോ കേരളം മാറിയത് അല്ലേ. നമ്പൂതിരി സമുദായത്തിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. കാരണം മൂത്തയാൾ മാത്രമേ സ്വസമുദായത്തിൽ നിന്ന് വിവാഹം ഉണ്ടാവുള്ളൂ. കാരണം സ്വത്ത് വേറൊരു സ്ഥലത്തേക്കും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാർത്ഥതയുടെ ഭാഗമാണ്. അതൊക്കെ അവർ തന്നെ പൊളിച്ച് ശരിപ്പെടുത്തി കളഞ്ഞില്ലേ. വിധവാ വിവാഹം എന്നൊക്കെ പറഞ്ഞ് MRBയെ പോലുള്ള ആളുകളൊക്കെ. ഹിന്ദു സമുദായത്തിൽ അത് കുറച്ച് നേരത്തെ ഉണ്ടായി. മുസ്ലിം സമുദായം അറച്ചു നിൽക്കുന്നു. മുസ്ലിം സമുദായം എന്താണെന്ന് വെച്ചാൽ പുറകോട്ട് പോകുന്നതായിട്ടാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലൊക്കെ കണ്ടത്. ആളുകൾ ഹിജാബ് ധരിക്കുക, ഹിജാബ് പലയിടത്തും നിരോധിക്കുകയാണല്ലോ ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ. ഇവിടെ മറ്റേ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് അല്ലേ, കാലാവസ്ഥ അനുസരിച്ചിട്ടൊക്കെ പല വസ്ത്രങ്ങൾ പലയിടത്തും ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ ചൂടത്തും തണുപ്പത്തും ഒക്കെ ഇങ്ങനെയൊക്കെ ധരിച്ചു പോകണം എന്നൊക്കെ ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല. നമ്മുടെയൊക്കെ യൗവനത്തിലും കുട്ടിക്കാലത്തും ഒക്കെ മര്യാദക്കൊക്കെയുള്ള എല്ലാവരെയും പോലെയൊക്കെ തന്നെയാണ് മുസ്ലിം കുട്ടികളുമൊക്കെ കോളേജിലും സ്കൂളുകളിലും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു എന്നുള്ളത് ഒരു യാഥാസ്ഥിതിക നിലപാടാണ് ഈ അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി അൻവർ പിണറായിസത്തിനെതിരെ നിലകൊള്ളുന്ന ഒരു വ്യക്തിയധിഷ്ഠിതമായ നിലപാടുകൾ മാത്രമുള്ള ഒരാളാണ് അൻവർ. PV അൻവറിന് രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ തൃണമൂൽ കോൺഗ്രസ് ഇല്ല, ഒരു മുന്നണിയുടെയും ഭാഗമല്ല. മാത്രമല്ല മമതാ ബാനർജി ഇവിടെ പ്രചാരണത്തിനൊന്നും വരാൻ പോകുന്നില്ല.
മമതാ ബാനർജി വരും എന്ന് പറഞ്ഞിട്ട് അവസാനം വരെ സസ്പെൻസ് കൊഴുപ്പിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അവർ ബംഗാളിൽ തന്നെ അവർക്കൊരു പോളിസി ഉണ്ട്, ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണത്തിന് പോവില്ല. 2, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണത്തിന് പോവില്ല. ഈ മഹുവ മൊയ്ത്രയ്ക്കാണെങ്കിൽ അവിടെ കരീംഗഞ്ചോ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളുള്ളത് കൊണ്ട് അവരും വരാൻ സാധ്യതയില്ല. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്രമല്ല മഹുവ മൊയ്ത്ര വരാമെന്ന് തീരുമാനിച്ചാൽ തന്നെ ശശി തരൂർ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി അവർ വരാതിരുന്നു. അപ്പോൾ മാത്രമല്ല ഇവിടുത്തെ കേരളത്തിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്ന ഡെറിക് ഒബ്രിയാനുമാണ്. അപ്പോൾ ഡെറിക് ഒബ്രിയാന് വേണമെങ്കിൽ കാശ് കൊടുക്കുമോ എന്നുള്ള കാര്യം തന്നെ അറിഞ്ഞുകൂടാ തൃണമൂൽ ഇവിടെ ചിലവാക്കാൻ വേണ്ടിയിട്ട്. കാരണം ജയിക്കില്ല എന്ന് ഉറപ്പുള്ള 200% ഉറപ്പുണ്ട് ജയിക്കില്ല എന്നുള്ളത്. അപ്പോൾ കുറച്ച് വോട്ടുകൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അൻവർ സാധാരണഗതിയിൽ പിടിക്കാൻ സാധ്യതയുള്ള വോട്ട്, അൻവർ കുറേ കാലമായിട്ട് CPM-ന്റെ കൂടെ നടക്കുന്ന ആളാണല്ലോ. അപ്പോൾ അൻവറിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള അണികൾ, പ്രവർത്തകർ എന്നൊക്കെ പറയുന്നതൊക്കെ സഖാക്കളാണ്, വേറെ ആരുമില്ലല്ലോ. അപ്പോൾ ഈ സഖാക്കൾ എന്തായാലും ഇനി അൻവറിന് വോട്ട് ചെയ്യില്ല. അവിടുത്തെ പരമ്പരാഗത വോട്ട് CPM-ന്റെ നിലനിൽക്കുന്നു, അവർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അൻവറിന് ഒരു 5000 വോട്ടോ 6000 വോട്ടോ ഒക്കെ കിട്ടിയെന്നിരിക്കട്ടെ, ഒരു വ്യക്തിപരമായി കിട്ടുന്ന വോട്ട് പരമാവധി 2500 കിട്ടാമായിരിക്കാം. ഒരു പരമാവധി നമ്മൾ ഒരു ഉദാര മനസ്ഥിതിയോടുകൂടി 5000 എന്ന് കണക്കാക്കിയാൽ തന്നെ സ്വരാജിൻ്റെ വോട്ടാണ് പോകുന്നത് ആണല്ലോ. സ്വരാജിന്റെ വോട്ട് അതിലേക്ക് കയറണമെങ്കിൽ ഈ അൻവർ കോൺഗ്രസിന്റെ വോട്ട് പിടിച്ചാൽ മതി, എങ്കിൽ സ്വരാജിന് ഏതെങ്കിലും കണക്കിന് കുറച്ച് വോട്ട് കിട്ടും. കോൺഗ്രസിന്റെ വോട്ട് അൻവർ എങ്ങനെയാണ് പിടിക്കുന്നത്? അതാണല്ലോ ഞാൻ CPM-ന്റെ കൂടെ നടന്ന അൻവർ കോൺഗ്രസിനെ പണക്കിയിട്ടാണല്ലോ അതെ കുറച്ച് രണ്ട് തെരഞ്ഞെടുപ്പുകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഈ കുടുംബങ്ങൾ തമ്മിൽ, അൻവറിൻ്റെ കുടുംബവും, അൻവർ പറയാറില്ലേ നെഹ്റു വീട്ടിൽ വന്നിട്ടുണ്ടെന്നൊക്കെ, ബാപ്പ മുത്താപ്പ എല്ലാം കോൺഗ്രസ്സുകാരാണെന്നൊക്കെ. അപ്പോൾ ആര്യാടൻ്റെ കുടുംബവും അൻവറിൻ്റെ കുടുംബവും തമ്മിൽ തന്നെ ശീതസമരം പണ്ടേ ഉണ്ട്. ആരാണ് വലിയ കോൺഗ്രസ്സുകാരൻ എന്നുള്ള പ്രശ്നം ഉള്ളതാണ്. ആ കുടുംബ വൈരം അവിടെ ഇങ്ങനെ കിടക്കുമായിരിക്കും. അതുകൊണ്ട് എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന് അൻവറിൻ്റെ വോട്ട് കിട്ടില്ലായിരുന്നു. അൻവറിനെ പിന്തുണയ്ക്കുന്നവർ കുറച്ച് പേരുണ്ടെങ്കിൽ അവരുടെയും കിട്ടില്ലായിരുന്നു എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അൻവർ ആർക്ക് വോട്ട് ചെയ്യുമായിരുന്നു? BJP സ്ഥാനാർത്ഥിക്കോ? സ്വരാജിന് സ്വരാജ് ഇപ്പോൾ പിണറായിസത്തിൻ്റെ ആളാണല്ലോ, സ്വരാജിന് വോട്ട് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ സ്ഥാനാർത്ഥി ആയില്ലായിരുന്നെങ്കിൽ അൻവർ ആർക്ക് വോട്ട് കൊടുക്കുമായിരുന്നു? സ്ഥാനാർത്ഥി ആയില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന് അല്ലാതെ മറ്റു മാർഗമില്ല, ഗത്യന്തരമില്ലാതെ കോൺഗ്രസിന് കൊടുക്കേണ്ടി വരും. ആര്യാടൻ ഷൗക്കത്തിന് അൻവർ വോട്ട് ചെയ്യുന്ന ഇല്ല, പക്ഷെ പിണറായിക്കെതിരെ നിൽക്കുന്ന അൻവറിന് എങ്ങനെ സ്വരാജ് വോട്ട് കൊടുക്കാൻ പറ്റും? അതാണ് അൻവറിന്റെ രാഷ്ട്രീയം പിണറായിസമായിരുന്നെങ്കിൽ അദ്ദേഹം ഷൗക്കത്തിന് പിന്തുണ കൊടുക്കുകയും അതുവഴി ഒരു വാതിൽ UDF-ലേക്കുള്ളത് തുറന്നിടുകയും വേണ്ടിയിരുന്നു. ഇത് എല്ലാവരെയും പണക്കിയിട്ടാണ്, രാഷ്ട്രീയമില്ലാത്തൊരു പൊള്ളയായ വർത്തമാനമാണ് പറഞ്ഞത്. ഈ നമ്മുടെ ഷാഫി പറമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയായിരിക്കും രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ അൻവറിനെ പോയി കണ്ടത്. അതും ആവശ്യമില്ലാത്ത പണിയാണ് എടുത്തത്, അതും നടന്നില്ല. അപ്പോൾ പിന്നെ അവസാനം പിണറായിസത്തിനെതിരെ പയറ്റാൻ പറ്റിയ പണി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ തോതിൽ വ്യക്തിപരമായ രാഷ്ട്രീയമെങ്കിലും ഉണ്ടായി തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ. പിന്നെ അതുകൊണ്ടൊരു ഗുണമുള്ളത് അൻവറിന് സ്വന്തമായിട്ട് എത്രമാത്രം ജനപിന്തുണ ഉണ്ടെന്നുള്ളത് അൻവറിന് തന്നെ വ്യക്തമാവും. ഇപ്പോൾ ആ 5000 വോട്ട് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ 5000 പേരുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പിന് സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ ആ വോട്ട് ചെയ്യുന്നവർക്ക് നിരാശ വരുമല്ലോ, അവരുടെ സ്ഥാനാർത്ഥി ജയിക്കണം എന്നാണല്ലോ അവർ വിചാരിക്കുക. അത് 2000 2500 ആയിട്ട് ഇനി കുറയും. അങ്ങനെയാണ് ഇവിടെ മുന്നണികളുടെ കൂടെ നിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം BJP-യുടെ കൂടെ പിന്തുണ, പക്ഷേ TMC-യിൽ ചേർന്നും പോയി. അദ്ദേഹം തന്നെ രാജിവെച്ചുണ്ടാക്കിയൊരു തിരഞ്ഞെടുപ്പാണ്, 10 മാസം മാത്രം ഇല്ലേ? അപ്പോൾ ഇത് മുഴുവൻ അനാവശ്യമാണെന്ന് കരുതുന്ന ആളുകളാണ് നിലമ്പൂരിൽ പൊതുവേ ഉള്ളത്. വീണ്ടും വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക്. പിന്നെ നിലമ്പൂർ സ്വരാജിൻ്റെ സ്ഥലമായതുകൊണ്ട് നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്നുള്ളതും വ്യക്തമാവും. അപ്പോൾ ഷൗക്കത്തിൻ്റെ
വോട്ടല്ല പോകുന്നത്, സ്വരാജിൻ്റെ വോട്ടാണ് അൻവർ പിടിക്കാൻ പോകുന്നത്. പിന്നെ സ്വരാജ് BJP അവിടെ സ്ഥാനാർത്ഥിയെ വെക്കണ്ടെന്ന് തീരുമാനിച്ചാണ്. പക്ഷേ BJP ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വരാജ്, MA ബേബി, ബ്രിട്ടാസ് ഇവരെയൊന്നും ഈ സംഘികൾക്ക് കണ്ടുകൂടാ. അതുകൊണ്ട് സ്വരാജിനെ എങ്ങനെയും തോൽപ്പിക്കണം എന്ന് ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥി വന്നത്. മടിച്ചാണെങ്കിലും അമാന്തത്തിലാണെങ്കിലും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കടമെടുത്തിട്ടാണെങ്കിലും അതിനെപ്പറ്റി പല കഥകൾ പറയുന്നുണ്ട്. പിണറായി വിജയൻ്റെ സ്ഥാനാർത്ഥിയാണെന്നും പിണറായി വിജയൻ കൊടുത്ത സ്ഥാനാർത്ഥിയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. പലതരം അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടക്കും. പക്ഷേ അവിടെ ഒരു മറ്റേ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നല്ലോ. അപ്പോൾ അദ്ദേഹം YMCAയുടെ ഒക്കെ ആളാണ്. മാർത്തോമ്മ ആണെന്ന് തോന്നുന്നു മൊത്തത്തിൽ വായിച്ചിട്ട്. മാർത്തോമ്മക്കാർ നിലമ്പൂര് അധികം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കുടിയേറ്റ മേഖലയാണെങ്കിൽ കത്തോലിക്കർ ഒക്കെ തന്നെ ഉണ്ടാവാനേ വഴിയുള്ളൂ. അപ്പോൾ മാർത്തോമ്മക്കാർ ഉള്ളവരുടെ വോട്ട് കിട്ടുമായിരിക്കും. പക്ഷെ അവർ എന്നാലും ക്രിസ്ത്യാനി ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് ബാക്കി ക്രിസ്ത്യാനികൾ കുറേ പേര് വോട്ട് ചെയ്തിട്ട് ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അസറ്റാണ്. സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ അല്ലേ കിട്ടേണ്ടതാണ്. അപ്പോൾ അത് കുറച്ച് പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്വരാജിന് വേണമെങ്കിൽ കിട്ടാമായിരുന്ന കുറച്ച് ഹിന്ദു വോട്ടുകൾ ഇല്ലേ, അതും ഒരു സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് ആ ഹിന്ദു വോട്ടുകൾ സ്വരാജിൽ നിന്ന് ഒലിച്ചു പോവുകയാണല്ലോ ചെയ്യുക ഈ സ്ഥാനാർത്ഥിയിലേക്ക്. അപ്പോഴും സ്വരാജിന് പ്രശ്നമുണ്ടായിൻ്റെ അകത്ത്. ഇതിനെല്ലാത്തിനും പുറമെയാണ് വാര്യൻകുന്നൻ മഹാനാണെന്ന് പറഞ്ഞ് പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കലാപകാരിയെ മഹാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഹിന്ദുക്കൾക്ക് കണ്ണെടുത്ത നിലമ്പൂർ കണ്ടുകൂടാത്ത ഒരാളാണ് വാര്യൻകുന്നൻ അല്ലേ. നിലമ്പൂർ കോവിലകത്തുമൊക്കെ 1921 ആക്രമണം നടന്നിട്ടുണ്ട്, കൂട്ടക്കൊല നടന്നിട്ടുണ്ട് കോവിലകത്തിൻ്റെ അകത്ത്. കോവിലകത്തുള്ളവർക്കല്ല ജീവൻ നഷ്ടപ്പെട്ടത്, പിന്നാക്കക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ്. അതെ, സാധാരണക്കാർക്കാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ വാര്യൻകുന്നൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം പ്രീണനം നടത്തിയിട്ട് പാർട്ടിയെ കുഴിയിൽ ചാടിച്ചാണല്ലോ. അങ്ങനെ സ്വരാജ് കുഴിയിൽ ചാടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.